One thing about food, I'm a foodie. Foodie, yeah. I love to eat. So during shoots, yeah, I avoid. But when I'm at breaks, yeah, I hog on food. But I'm an animal lover too. Oh. അതുകൊണ്ടാണല്ലേ അവയെ കഴിക്കുന്നത്? Not really. When I see some incident, when some... ആളുകൾ പറയാറുണ്ട് എന്റെ ഭക്ഷണം എനിക്ക് ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് മൃഗങ്ങളെ ഇഷ്ടമായതുകൊണ്ട് അവയെ ഭക്ഷിക്കുന്നു. No, I've tried many a times. Like, okay, I have to quit eating non-veg. I have tried that also. So I've stayed away from non-veg for a week or 10 days. But the minute when I see somebody having non-veg, I'll be like, okay, from next month. I don't know. I how do I come out of this? Like, of course, like even I have 2 pets at home, and I don't know. Like, what do you say, Sadhguru, about this whole thing, this non-veg and not eating non-veg? എപ്പോഴാണ് വളർത്തുമൃഗങ്ങളെ കഴിക്കാൻ ഉപയോഗിക്കുന്നത്? Oh no. No. They are like my babies. അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കോഴികളോടൊക്കെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ആഴ്ച അതിനെ അവർ കഴിക്കും. Are you vegetarian or non-vegetarian? I am a humanitarian. Humanitarian. നോക്കൂ, ഇന്നത് തെളിയിക്കുന്ന ഒരുപാട് തെളിവുകളുണ്ട്. അതായത് സസ്യങ്ങൾ മറ്റേതൊരു ജീവജാലങ്ങളെയും പോലെ സംവേദനക്ഷമതയുള്ളവരാണെന്ന്. നിങ്ങളൊരു സസ്യത്തെയോ മൃഗത്തെയോ അങ്ങനെ മറ്റെന്തെങ്കിലും കഴിക്കുകയാണെങ്കിലും അത് അക്രമം തന്നെയാണ്. അവർ നിലവിളിക്കുന്നില്ല എന്ന് മാത്രം. പക്ഷേ അവ നിലവിളിക്കുന്നു. നിങ്ങളത് കേൾക്കുന്നില്ല, അത്രയുള്ളൂ. അവർ നിലവിളിക്കുന്നു എന്ന് കാണിക്കാൻ ആവശ്യത്തിന് തെളിവുകളുണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മൃഗം വരുന്നുണ്ട് എന്നും അവിടെ 1000-ഓ 10,000-ഓ മരങ്ങളുണ്ട് എന്നും കരുതുക. അങ്ങനെ ഒരു ആന വന്ന് മരത്തിന്റെ ഇലകൾ തിന്നാൻ തുടങ്ങുന്നു. ഉടൻ തന്നെ ആ മരം അതിന്റെ വർഗത്തിൽപ്പെട്ട എല്ലാ മരങ്ങൾക്കും തന്നെ ആരോ തിന്നുകയാണെന്നുള്ള സന്ദേശം അയക്കും. അത് ആനയാണോ എന്ന് അതിന് തിരിച്ചറിയാനാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തന്നെ തിന്നുകയാണെന്ന സന്ദേശം അയക്കും. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആന മറ്റു മരങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ എല്ലാ മരങ്ങളും അവയുടെ ഇരയിൽ ഒരു നിശ്ചിത അളവിൽ വിഷാംശമുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാകും. ആന അത് കഴിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് കൈപ്പേറിയ സ്വാദായിരിക്കും. അത് വിഷമാണ്, അതിനാൽ അത് തൊടില്ല. അപ്പോൾ അവയ്ക്ക് അത്രയധികം സംവേദനക്ഷമതയുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു പഴമോ പച്ചക്കറിയോ പറിച്ചാലും അല്ലെങ്കിൽ ഒരു മൃഗത്തെ കൊന്നു കഴിച്ചാലും എല്ലാം ക്രൂരതയാണ്. നമ്മളത് അത്യാവശ്യമുള്ള അളവിൽ കരുതലോടെ ചെയ്യണമെന്ന് മാത്രം. നിങ്ങൾ ഈ ഫുഡി എന്ന ആശയം ഉപേക്ഷിക്കണം. നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ ഇതിനോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും. എന്നാൽ ഭക്ഷണം കൊണ്ടൊരു വ്യക്തിത്വം ഉണ്ടാക്കുന്നത് ശരിയല്ല. കാരണം അതിനർത്ഥം നമ്മൾ വെറുതെ നമ്മളെ പോഷിപ്പിക്കുക മാത്രമല്ല, അതിലാഴ്ന്നു പോവുകയുമാണ്. നമ്മളെ പോഷിപ്പിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഒരു ജീവൻ എന്ന നിലയിൽ നമ്മളെ പോഷിപ്പിക്കാൻ നമുക്ക് അവകാശമുണ്ട്. കാരണം ലോകത്തിലെ ഭക്ഷണ ചക്രം അങ്ങനെയാണ്. എന്നാൽ വെറുതെ സന്തോഷത്തിനു വേണ്ടി മറ്റൊരു ജീവൻ അനാവശ്യമായി എടുക്കാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഈ ജീവനെ പോഷിപ്പിക്കാൻ നമുക്ക് എല്ലാ അവകാശവുമുണ്ട്. പക്ഷെ മറ്റൊരു ജീവൻ എടുക്കുന്നത് ആസ്വദിക്കാൻ നമുക്ക് അവകാശമില്ല. അതിനാൽ നിങ്ങൾ ഫുഡി എന്ന് വിളിക്കരുത്. കാരണം ഭക്ഷണം ഒരിക്കലും ഒരു അടയാളമായി മാറരുത്. അതിജീവനത്തിനായും പോഷണത്തിനായും ആ നിമിഷം നമുക്ക് എന്ത് കഴിക്കാൻ പറ്റുമോ അത് നമ്മൾ കഴിക്കുക. Thank you, Sadhguru.